അധികൃതരുടെ അനാസ്ഥ മൂലം വിവിധ മേഖലകളിലുള്ള നാട്ടുകാർ ദുരിതം അനുഭവിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയുടെ പ്രധാനപ്പെട്ട ഒരു മലയോര മേഖലയായിട്ടുള്ള തുവ്വൂർ നഗരമധ്യത്തിലാണ്. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തുവ്വൂർ മേൽപ്പാലത്തിന്റെ താഴ്ഭാഗത്തുള്ള ഈ കമാനത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീഴുന്നത്. ഒരു മെമു ട്രെയിൻ കടന്നു പോകുന്ന സമയത്തായിരുന്നു ഈ സംരക്ഷണ ഭിത്തി തകർന്നു വീഴുന്നത്. തലനാരിഴക്കായിരുന്നു അപകടം ഒഴിവായിരുന്നത്. അതിനെ തുടർന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന തുവ്വൂർ നഗരമധ്യത്തിലുള്ള റെയിൽവേ മേൽപ്പാലം ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഇത് ബലപ്പെടുത്തുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റെയിൽവേ അധികൃതർ അടയ്ക്കുന്നു. അതായത് ഇവിടെ ഈ ചെറിയ വാഹനങ്ങൾ, ഈ കാറും അതുപോലെ ഓട്ടോറിക്ഷ, ബൈക്കുകൾ പോലെയുള്ള വാഹനങ്ങൾ മാത്രമേ കടത്തിവിടാൻ സാധിക്കൂ. ബസ് പോലെയുള്ള വലിയ ഭാരമേറിയ വാഹനങ്ങൾ ഈ മേഖലയിലൂടെ കടത്തിവിടാൻ സാധിക്കില്ല എന്നുള്ളതാണ് റെയിൽവേ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, ജില്ലയിലെ തന്നെ മലയോര മേഖലകളായിട്ടുള്ള കരുവാരക്കുണ്ട്, കാളികാവ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും ആളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോട്ടേക്കും മലപ്പുറം ജില്ലാ ആസ്ഥാനത്തേക്ക് ഉൾപ്പെടെ കടന്നു വരുന്നതിന് വലിയ പ്രയാസം ഈ റെയിൽവേ കമാനം അടച്ചത് മൂലം, പാത അടച്ചത് മൂലം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദിവസങ്ങളായി ഇതിങ്ങനെ അടച്ചിട്ടിട്ടല്ലേ? ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു? ഒരു മുന്നറിയിപ്പില്ല. അതായത് ഇത് 1926 ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. 100 വർഷത്തിലേറെ ഇതിന് പഴക്കമുണ്ട്. ഈ 100 വർഷത്തിലേറെ പഴക്കമുള്ള ഇത് മോടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നടത്തിയ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു മഴ പെയ്തപ്പോഴേക്ക് ഇതിന് മണ്ണിടിഞ്ഞ് വീണ് മെമു ട്രെയിൻ ഇവിടെ ബ്ലോക്കായതിനു ശേഷം ഇവിടെ റെയിൽവേ അധികൃതരൊക്കെ വന്നതിന് ശേഷമാണ് ഈ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടായത്. നവീകരണത്തിന്റെ ഭാഗമായി റെയിൽവേ തന്നെ സ്ഥാപിച്ച സംരക്ഷണ ഭിത്തി അല്ലേ ഇത്? മാത്രമല്ല, മിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് ഒരു വണ്ടി ഇതിൽ കുടുങ്ങി. ഈ സംരക്ഷണ വീതി എന്ന നിലക്ക് ഇവരുണ്ടാക്കിയ ആർച്ച് ഈ വണ്ടി എടുത്തിട്ട് കൊണ്ടുപോയി. അയാൾക്കെതിരെ കേസുണ്ട്. ഭിത്തി തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം റെയിൽവേക്ക് തന്നെയാണ്. കാരണം അതിന്റെ അസംസ്കൃത വസ്തുക്കളൊക്കെ എത്തിച്ചിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഇവിടെ പഞ്ചായത്തിൽ യോഗം കൂടി അവിടുത്തെ ഉദ്യോഗസ്ഥരും റെയിൽവേ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ പോലീസ് എല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനത്തിലെടുത്ത് 21 ദിവസം കൊണ്ട് ഇതിന്റെ വർക്ക് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. 21 ദിവസം പോയിട്ട് 6 ദിവസമായി ഇന്നേക്ക് ഒരാൾ പോലും ഈ ഭാഗത്തേക്ക് വന്നു നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ജൂൺ 1-ാം തീയതി ഇവിടെ സ്കൂൾ വർക്കാണ്. 1600 വിദ്യാർത്ഥികളുണ്ട് നമ്മളെ തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ. 800 ചില്ലാനം അധ്യാപന കുട്ടികളുണ്ട് നമ്മളെ തർക്കല സ്കൂളിൽ. ഇവിടെ GLP സ്കൂളിൽ 600 ചില്ലാനം കുട്ടികളുണ്ട്. അപ്പോൾ 2500 കുട്ടികൾ കൂടി ഇവിടെ ഇതിലേക്ക് ഈ തിരക്കിലേക്ക് കടന്നു വന്ന ഇവിടുത്തെ അവസ്ഥ എന്താണ്? ഇവിടെ സ്കൂൾ ബസ്സുണ്ട്, സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. ഇവിടെ ബസ് ജീവനക്കാർ പറയുന്നത് അവർ 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം കാരണം ഇവർ നിർത്തിവെക്കുന്ന പറയുന്നത്. ഈ പാതയിലൂടെ ആയിരുന്നു സാധാരണഗതിയിൽ കാളികാവ്, കരുവാരക്കുണ്ട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ബസ് ജീവനക്കാർ ബസ് കൊണ്ടുപോയിരുന്നത്, ലോറി ഉൾപ്പെടെ കടന്നു പോയിരുന്നത്. ഇപ്പോൾ ഉണ്ണിയൊന്നും ഇങ്ങോട്ടേക്ക് പാൻ ചെയ്താൽ കാണാം ബസ് ഇവിടെ വന്ന് നിർത്തേണ്ട ഒരു സാഹചര്യം. ബസ് ജീവനക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതിനുമപ്പുറം ഈ കരുവാരക്കുണ്ട്, കാളികാവ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും ആളുകൾക്ക് പുറത്തേക്ക് വരാൻ വലിയ പ്രയാസം നേരിടുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പാലമൊക്കെ തന്നെ ഇല്ലാത്തത് മൂലം ഒരു ഭാഗത്ത് ഇറങ്ങി മറ്റൊരു ഭാഗത്തേക്ക് വാഹനം പിടിച്ചു പോകേണ്ട സാഹചര്യമുണ്ട്. ഇത് ഇവിടെയുള്ള റെയിൽവേ അധികൃതരുടെ അനാസ്ഥ മൂലം സംഭവിച്ചതാണെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് എത്ര സമയം എടുക്കും തുറക്കാൻ? ഇതിപ്പോൾ സമയം എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് സമയം എത്ര വരും എന്ന് പറയാൻ കഴിയില്ല. അവരെന്താ പറയുന്നത്? അവർ പറയണത് ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ ഒരാഴ്ച മുമ്പ് 2 ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പൊക്കെ ഇവിടെ വന്നിരുന്നു. പഞ്ചായത്ത് അധികൃതരുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ ഈ വരുന്ന 1-ാം തീയതി ഈ സ്കൂള് തുറക്കുന്ന സമയത്ത് ഇത് തികച്ചും ഇവിടുന്ന് ഈ ബാരിക്കേഡ് മാറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാർ. പക്ഷേ അത് എത്രയ്ക്ക് കൊണ്ട് വിശ്വസിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. 7-ാം തീയതി തികച്ചും പൊതുസമൂഹത്തിന്, പൊതുജനങ്ങൾക്ക്, ബസ്സിന് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഓടാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബസ് ജീവനക്കാരൻ ചേരുന്നത് ഇതിപ്പോൾ നേരത്തെ അറ്റകുറ്റപ്പണി നടന്ന സമയത്തൊക്കെ നമ്മളെ ബസ്സൊക്കെ കൂടെ പോയിനല്ലേ? അപ്പോൾ ഒന്നും ഇല്ലാത്ത പ്രശ്നം എന്താ ഇപ്പോൾ? ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർ ലോഡ് കൂടിയ വാഹനങ്ങൾ പോയാൽ അപകടം ഉണ്ടാവുന്നില്ല, അതിലാണ് കാഴ്ചപ്പാടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ മഞ്ചേരി ടു കരുവാരൻ്റെ കാളിയോ പോണ ബസ് ഒരു 16 സ്റ്റേജ് ഓടുന്ന വണ്ടിയാണ്. ഏകദേശം ഒരു 30-35 കിലോമീറ്റർ. ഇതിപ്പോൾ ഇവിടെ എത്തുമ്പോൾ 8 സ്റ്റേജല്ലേ, 20 കിലോമീറ്റർ ഓടുന്നത്. ആ ബസ് കൊണ്ട് ഒന്നും നടക്കാത്തൊരു, വടിക്കാർക്കും കൂലി വെക്കൂല, മുതലാളിക്കും വെക്കൂല, ആർക്കും വെക്കാത്തൊരു അവസ്ഥയാണ്. അതിന് വലിയ അവസ്ഥ എന്താണോ? കരുവാരിൽ നിന്ന് നേരെ മഞ്ചേരിക്ക് 40 രൂപയാണ് ബസ് ഫീസ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പം തൂരിറങ്ങിയിട്ട് അവർ മറിച്ചു പോകുമ്പോൾ 58 രൂപ വരുന്നുണ്ട്. 18 രൂപ ഓവർ ചാർജ് കൊടുക്കണം. അതിൻ്റെ പുറത്ത് 5:25 ബസ് എല്ലാവരും ആശ്രയിച്ചിരുന്ന, ജോലിക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആശ്രയിച്ചിരുന്ന ഒരു കോഴിക്കോട് ബസ് ഉണ്ടായിരുന്നു. ആ ബസ് നിർത്തലാക്കി. ആ ഒരു മേലാറ്റൂർ വഴിക്കാണ് പോണത്. സ്കൂളൊക്കെ തുറക്കാൻ പോകണം. നമ്മളെ കുട്ടികൾക്ക് നല്ല പ്രയാസമാണല്ലേ? ഹോസ്പിറ്റലിലേക്ക് പോകാനാണ്, സ്കൂൾക്ക് പോകാനാണ്. അപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന സംബന്ധം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് തൊട്ടടുത്ത് കരുവാരുണ്ട് പറഞ്ഞാൽ വലിയ സ്ഥാപനങ്ങളൊക്കെ, കോളേജുകളൊക്കെ ഉള്ള സ്കൂളാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് അവിടുത്തെ പകുതി വന്നിട്ട് സ്കൂൾ ബസ് അങ്ങോട്ട് മാറുമ്പോൾ വലിയ പ്രയാസം ജനങ്ങൾക്ക് വരും. അപ്പോൾ അതിനൊക്കെ സൊല്യൂഷൻ കാണൽ നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ ബസ്സുകൾ ആശ്രയിക്കുന്ന സാധാരണക്കാർ ജനങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്.
അപ്പോൾ എല്ലാവരും ഈ ബസ്സുകളെ ആശ്രയിക്കുന്നത്. ബസ്സുകൾ കറക്റ്റ് പോകുന്നില്ലെങ്കിൽ എല്ലാവർക്കും വലിയ പ്രയാസം വരും. സാർ ഇത് കൽക്കുണ്ട് കാരണം ഉൾനാട്ടിലേക്ക് പോണ ബസ്. ഈ ബസ് അവിടെയുള്ള കുട്ടികളും യാത്രക്കാരും എല്ലാവരും ബുദ്ധിമുട്ടില്ല. കാരണം ഇതുവരെ പോരാൻ കഴിയുള്ളൂ, ബദൽ മാർഗ്ഗമല്ല. അപ്പോൾ ഇത് കൽക്കുണ്ട് കയറുന്ന സ്ഥലത്തേക്ക് പോകേണ്ട വണ്ടി എന്താ ചെയ്യാൻ കഴിയുക? പിന്നെ അതിലെ മേലാറ്റൂർ വഴി ചുറ്റണമെങ്കിൽ ഒരുപാട് ചുറ്റി പോകും വേണം. അപ്പോൾ ജനപ്രതിനിധിയാണ്, വാർഡ് മെമ്പറാണ്. ഇക്കാര്യത്തിൽ നിങ്ങൾ റെയിൽവേ അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവരെന്താ പറയുന്നത്? ഇത് ശരിക്കും ഒരു അശാസ്ത്രീയമായൊരു നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രതിസന്ധിയാണ്. കാരണം ഇത് നിർമ്മാണത്തിന്റെ തുടക്കം മുതലേ പല പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് നാട്ടുകാർ. ഇത് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് റെയിൽവേ ഈ പ്രവർത്തികൾക്ക് ഇവിടെ തുടക്കം കുറിച്ചത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുവൂരിൻ്റെ ഒരു ചരിത്ര പൈതൃകമാണ്, ഒരു ചരിത്ര സ്മാരകമായിട്ടാണ് ഈ കമാന ഇവിടെ നിലനിന്നിരുന്നത്. അത്തരമൊരു സംരംഭത്തിൽ ഇതുപോലത്തെ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടമായിട്ടൊരു കൂടിയാലോചന നടത്തിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ 14-ാം തീയതിയാണ് ഈ റെയിൽവേയുടെ എഞ്ചിനീയറും അതുപോലെ PWD എഞ്ചിനീയറും പഞ്ചായത്ത് ഭരണസമിതിയുമായി സംസാരിച്ചു കണ്ട് ഈ പാലം അപകടാവസ്ഥയിലാണ്, 5 ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നുവിടാൻ പാടില്ല എന്നുള്ളത് കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് രാത്രി തന്നെ 12 മണിക്ക് തന്നെ ഇത് അടച്ചിടണം എന്നുള്ളതാണ് അവർ നിലപാടെടുത്തത്. അപ്പോൾ ഇത് ഒരുപാട് യാത്രക്കാരും ജനങ്ങളും എല്ലാം ആശ്രയിക്കുന്ന ഒരു പാതയായതുകൊണ്ട് ഇതങ്ങനെ ഒറ്റയടിക്കുന്ന രാത്രി തന്നെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പഞ്ചായത്ത് ഭരണസമിതി ഒരു ദിവസത്തെ സാവകാശം വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ച 15-ാം തീയതി അർദ്ധരാത്രി അടച്ചിട്ടുകൊണ്ട് ഇതുപോലെ ബാരിക്കേഡ് സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് ആദ്യമായിട്ടാണോ ഈ ബസ് പോലും കടത്തിവിടാത്ത രീതിയിൽ ഇവരിതിങ്ങനെ ആക്കുന്നത്? ആദ്യമായിട്ടാണോ തന്നെയാണ് ഇങ്ങനെ നിയന്ത്രണം? ഇത്തരൊരു നിയന്ത്രണം ഈ തുവൂരിൽ നടപ്പിലാക്കുന്നത് ആദ്യമായിട്ട് തന്നെയാണ്. കാരണം ഇനി നിങ്ങൾക്ക് എന്താ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? അടിയന്തരമായിട്ട് ഇത് ആവശ്യപ്പെടും. അന്ന് അവർ പറഞ്ഞത് 3 ആഴ്ച, കേവലം 21 ദിവസം ആകുമ്പോഴേക്ക് ഇതിന്റെ പണി തുടങ്ങിയാണ്ട് പൂർത്തിയാക്കും. മേൽപ്പാലത്തിന്റെ ബലപ്പെടുത്തൽ ഉൾപ്പെടും. കാരണം ഇപ്പോൾ ഇതിന്റെ അവിടെ ബലക്ഷയം സംബന്ധിച്ച ആ ഭാഗം മുകളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ വരുത്തിക്കാണ്ട് ഈ 3 ആഴ്ചക്കുള്ളിൽ ഈ പ്രവൃത്തി പൂർത്തീകരിച്ച് പഴയ പോലെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നുള്ളതാണ് അന്ന് അവർ ഉറപ്പ് തന്നിരുന്നത്. കാരണം ഇന്നിപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെ വന്ന് സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടു. ഇന്നേ വരെ ഒരു പണിയുമായി ബന്ധപ്പെട്ട ഒരു മെറ്റീരിയൽ പോലും ഇവിടെ ഒന്ന് ഇറക്കിയ പണി തുടങ്ങാനുള്ള നവീകരണ പരിപാടികളും ഈ ബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തിക്കും റെയിൽവേ തുടക്കം കുറിച്ചിട്ടില്ല. ഇത് തികച്ചും ഒരു നിരുത്തരവാദിത്തമായ പരമായിട്ടുള്ള ഒരു പരിപാടി. ഇടപെടേണ്ട ഡിപ്പാർട്ട്മെന്റ് അതൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയാമോ? നമുക്ക് അവരോട് തന്നെ കാര്യം ചോദിക്കാം. അല്ല, ഇത് കൃത്യമായിട്ടും പണി നടത്തേണ്ടത് റെയിൽവേയാണ്. റെയിൽവേക്ക് തന്നെയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. അതല്ലാതെ PWDക്കോ മറ്റു പ്രാദേശിക ഭരണകൂടങ്ങൾക്കോ അധികൃതർ തന്നെ കണ്ണുറന്ന് പ്രവർത്തിക്കണം. അതെ, റെയിൽവേ അധികൃതർ തന്നെ കണ്ണു തുറന്ന് പ്രവർത്തിച്ച് ഇനിയിപ്പോൾ മുമ്പ് ഇവിടെ സൂചിപ്പിച്ച പോലെ 1-ാം തീയതി മുതൽ സ്കൂൾ തുറക്കുകയാണ്. തൂരിലെ ഹൈസ്കൂള് ആ ഭാഗത്തും മറ്റു 2 LP സ്കൂൾ UP സ്കൂളും തൊട്ടടുത്ത് ഇവിടെയാണ് നിൽക്കുന്നത്. സ്കൂൾ ബസ്സുകളും കംപ്ലീറ്റ് ഇപ്പോൾ കരുവാരകുണ്ട്, മേലാറ്റൂര് ഭാഗങ്ങളിലെ സ്കൂൾ ബസ്സുകളെല്ലാം ഈ വഴി കടന്നു പോയിട്ട് അവിടുന്ന് കുട്ടികളെടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ 1-ാം തീയതി മുതൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ പ്രവർത്തനത്തെ ഇത് ബാധിക്കും. ഇത് തുറന്നു കൊടുക്കണം, അതിനുള്ള നടപടി അവിടെ സ്വീകരിക്കണം എന്നാണ് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്? അതാണ് ആവശ്യപ്പെടാനുള്ളത്. അത് 1-ാം തീയതിൻ്റെ മുമ്പേ ഇത് പഴയ രീതിയിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനുള്ള ഒരു ഇടപെടൽ റെയിൽവേയുടെ ഭാഗത്ത് അടിയന്തരമായിട്ട് ഉണ്ടാവണമെന്നാണ് എല്ലാ നാട്ടുകാർക്കും ഇതുമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതാണ് നാട്ടുകാരുടെ വലിയ പ്രയാസമാണ്, ദുരിതമാണ്. അവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസമായി അവർ ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്നു. കരുവാരക്കുണ്ടിൽ നിന്നും കാളികാവിൽ നിന്നും ജനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ കഴിയാത്തൊരു സാഹചര്യം, മറ്റു പാതകൾ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തന്നെ തുറക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും അത് സ്കൂൾ കുട്ടികളെ ഉൾപ്പെടെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത് പരിഹരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാൻ തോന്നുന്നു. ഈ റെയിൽവേ മേൽപ്പാലത്തിന്റെ താഴ്ഭാഗം കാണാൻ സാധിക്കും. റെയിൽവേ തന്നെയാണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത്. ആ സംരക്ഷണ ഭിത്തി നമുക്ക് കാണാൻ സാധിക്കും. ഈ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമായിരുന്നു അടർന്നു വീണിരുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ നിർമ്മാണ പ്രവൃത്തിയിലെ അശാസ്ത്രീയതയാണ് അതിന് കാരണം എന്നുള്ളത് നാട്ടുകാർ ആദ്യഘട്ടം മുതൽ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഒരുപക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നാട്ടുകാർക്ക് ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഇതുപോലെ ഒരു ആർച്ച് പോലെയുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയത് മൂലം ബസ് പോലെയുള്ള ഭാരമേറിയ വാഹനങ്ങൾക്ക്, ലോറി പോലെയുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. അതിൽ ബസ്സിന് പോകാൻ കഴിയാത്തത് തന്നെയാണ് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാകുന്നത്. അതോടൊപ്പം തന്നെ രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്ക് അത് വലിയ രീതിയിൽ അവരെ ബാധിക്കുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിലേക്ക് കടന്നു പോകാൻ വലിയ സമയമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. റെയിൽവേ അധികൃതർ കണ്ണു തുറക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.